ഗ്രൗണ്ടിൽ ഇറങ്ങി കളിക്കുന്നവരെ എല്ലാവരും ശ്രദ്ധിക്കും. എന്നാൽ കളിക്കളത്തിന് പിന്നിൽ നിന്ന് തലമുറകളെ പ്രചോദിപ്പിക്കുന്ന ചില മനുഷ്യരുണ്ടല്ലേ. ലോകം മുഴുവൻ ഫുട്ബോൾ ലോകകപ്പിന്റെ ആവേശത്തിലാണ്. സൂപ്പർ താരങ്ങളുടെയും വിസ്മയ ഗോളുകളുടെയും ആഘോഷങ്ങൾക്കിടയിൽ നമ്മൾ കേൾക്കേണ്ട ഒരു സാധാരണ മനുഷ്യന്റെ സാധാരണ കഥയുണ്ട്. കണ്ണൂരിലെ കൊറ്റാളി ജംഗ്ഷനിൽ ഒരു ചെറിയ സൈക്കിൾ റിപ്പയർ കടയുണ്ട്. അവിടെയുള്ള ശ്രീനിവാസിനെ നാട്ടുകാർക്ക് അറിയാവുന്നത് ഒരേ ഒരു പേരിലാണ്, ചിന്നൻ. 12-ാം വയസ്സിൽ പന്ത് തട്ടി തുടങ്ങിയ ചിന്നൻ പിന്നീട് ജിങ്കാന ക്ലബിലൂടെ കണ്ണൂർ ജില്ലയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. കേരള ടീം എന്ന വലിയ സ്വപ്നം മുന്നിലുണ്ടായിരുന്നു. പക്ഷേ ഒരു പരിക്ക് എല്ലാം മാറ്റിമറിച്ചു. കളിക്കാരന്റെ ജീവിതം അവിടെ അവസാനിച്ചെങ്കിലും ഫുട്ബോളിനോടുള്ള സ്നേഹം ഒരിക്കലും അവസാനിച്ചില്ല. കടയിൽ ജോലി ചെയ്യുന്നതിനിടയിലും ഫുട്ബോൾ സംസാരിക്കാൻ ചിന്നേട്ടന് 100 നാവാണ്. ചിന്നാട്ട ഒരു പഴയ കളിക്കാരനാണ്. അതായത് ബ്രദേഴ്സിന് ജിംഖാനൊക്കെ എല്ലാം കളിച്ചിന്. അതേമാതിരി നമ്മളെ ഒരു ബീഡി ബ്രാഞ്ചിൽ ഒരു ക്ലബിലെല്ലാം വേണ്ടിയിട്ട് കളിച്ചിന്. കണ്ണാടി പറമ്പ് പോയിട്ടെല്ലാം കളിച്ച് അങ്ങനെ ഒരു നല്ലൊരു കളിക്കാരനാണ്. പുറത്തും പോയിട്ട് കളിച്ചിന്. പുറത്ത് പോയിട്ട് നേരാതെ കൈക്ക് വീണിട്ട് പൊട്ടിയിട്ട് അതിന് ശേഷമാണ് കളി കുറച്ച് ബേക്കോട്ടത് പോയത്. ഇതാണ് നമ്മുടെ ചിന്നേട്ടന്റെ കട. ചിന്നേട്ടാ നമസ്കാരം. എന്താണ് ചിന്നൻ എന്ന് പേര് വന്നത്? ചിന്നന് പണ്ട് കളിയിലെ നാട്ടുകാരിട്ടിട്ട് പേരായിരുന്നു. എൻ്റെ ശരിയായ പേര് ശ്രീനിവാസൻ എന്നാണ്. പിന്നെ ചിന്നെന്നാന്ന് വെച്ച് വന്ന് ആരാ വിളിച്ചിട്ടുണ്ട്. പിന്നെ ചിന്നെന്ന് പറഞ്ഞാലേ നാട്ടുകാർക്കെല്ലാം അറിയും. ചേട്ടന്റെ പഴയകാല ഒരു ഓർമ്മകൾ പറയൂ ഫുട്ബോളിന്റെ. ഞാൻ പിന്നെ മദ്രാസിൽ വിറ്റൽ ട്രോഫി കളിക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. പിന്നെ ആന്ധ്രയിൽ പോയിട്ടുണ്ട്. വിശാഖപട്ടണം പോയിട്ടുണ്ട്. പിന്നെ തമിഴ്നാട്ടിൽ മദ്രാസിലും ഇവിടെയെല്ലാം തമിഴ്നാട്ടിലും പല സ്ഥലത്തും കോയമ്പത്തൂർ അടിയടിയെല്ലാം പല പതിവായിട്ട് പോയിട്ടുണ്ട്. പിന്നെ അങ്ങനെ വന്നുകൊണ്ട് നിൽക്കുമ്പോഴാണ് ഞാൻ കൈ പൊട്ടിയിട്ട് മുലക്കായിട്ട് കിടന്നത്. ഇപ്പൊ ഫുട്ബോൾ നടക്കുമല്ലേ, കാണാറുണ്ടോ? കളികൾ കാണാനുണ്ട്. വീട്ടിൽ നിന്ന് കാണാനുണ്ട്. ആര് ജയിക്കുമെന്നാണ് ചേട്ടന്റെ ഒരു പ്രതീക്ഷ? പ്രതീക്ഷ ഇനി പെട്ടെന്നിപ്പോൾ ഒന്നും പറയാൻ വേണ്ടിക്കല്ലേ. ഇനി ഒന്നിക്കല് പണ്ടെല്ലാം ബ്രസീലും മറ്റേ ഇതെല്ലാം ഉണ്ടായത്. ഇപ്പം എല്ലാം പല ആൾക്കാരും മാറി മാറി വെച്ച് തുടങ്ങി. ഞാൻ ആരാന്ന് പറയാൻ കഴിയില്ല. ഇനി ഏറ്റവും ഇഷ്ടമുള്ള ഒരാൾ കാണുമല്ലോ ചേട്ടന്റെ മനസ്സിൽ? ഇത് ഞാൻ എല്ലാ ടീമിൻ്റെ കളിയും കാണലുണ്ട്. ബ്രസീലിൻ്റെ കാണലുണ്ട്, മറ്റേ ഇറ്റാലിയൻ്റെ കാണലുണ്ട്, പിന്നെ കാണലുണ്ട്. ഇപ്പം എല്ലാ ആൾക്കാരും ഒരു വിധത്തിൽ പോക്കും വരുത്തുമായി. എനിക്കും നമുക്കൊന്നും പ്രത്യേകിച്ച് താരമെന്ന് പറയാൻ വേണ്ടി കഴിയില്ല. ഏത് വർഷമായിരുന്നു ഫുട്ബോളിന് പോയത്, ഓർമ്മയുണ്ടോ? ഇത് 76-ലോ 77-ലോ ആണ്. എവിടെ വെച്ചായിരുന്നു? ചാലക്കുടിയാണ്. തൃശ്ശൂർ ചാലക്കുടിയിൽ നിന്ന് ചാമ്പ്യൻസായിട്ട് കണ്ണൂർ ജില്ല. CI ബാലേന്ദ്രനാണ് ക്യാപ്റ്റൻ. CI ബാലേന്ദ്രൻ. ഇത് 4 ടീമാണ്. ലക്കിസ്റ്റാർ, സ്പിരിറ്റ്, ജിംഖാന, പോലീസ്, 4 ടീമാണ്. അതിൽ പിന്നെ ബാലേന്ദ്രനാണ് ക്യാപ്റ്റൻ. CI ബാലേന്ദ്രൻ. ബാക്കി ഫെർണാണ്ടസും തിലകനും മാത്രമേ പോയിട്ടുള്ളൂ. ബാക്കി എല്ലാവരും ഇപ്പോൾ നിലവിലുണ്ട്. ഞാൻ അടിച്ച ഗോളിലാണ് കണ്ണൂർ ജില്ലാ ചാമ്പ്യൻസായത്. എൽക്കിട്ട് സ്വീഡൻ കപ്പായിരുന്നു. അവിടെ ഒരു MC വർഗീസ് എന്ന് പറഞ്ഞിട്ടൊരു ഹോൾസെയിൽ തുണിക്കപ്പ് കൊടുക്കാനുണ്ട്. അയാൾ ഡൊണേറ്റ് ചെയ്ത കപ്പാണ്. ഫൈനൽ ജയിക്കുന്ന വേൾഡ് കപ്പ് കളിക്കാൻ ഈ കപ്പ് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ആ കപ്പ് ഇപ്പം പോയിട്ടുണ്ട്. 76 വയസ്സായി. 1950 മെയ് 23-ാം തീയതിയാണ് എൻ്റെ ബർത്ത്ഡേ. ഇപ്പം ഈ കഴിഞ്ഞ മാസം പിന്നെ 23-ന് എനിക്ക് 76 വയസ്സ് പൂർത്തിയായി. ഫുട്ബോളിൽ ആരെങ്കിലും കാണണം എന്ന് ആഗ്രഹമുണ്ടോ? കാണണമെന്നുള്ള ആഗ്രഹമുണ്ട്. പക്ഷെങ്കിൽ പോകാനും കഴിയുന്നില്ല. ഇപ്പം മതിയായി. ഇപ്പം മൂലക്കായി. അത്രയേ ഉള്ളൂ. മക്കള് ഫുട്ബോളൊക്കെ കാണാറുണ്ടോ? ഇഷ്ടമാണോ? കളി കാണാനുണ്ട്. ദിവസം പിന്നെ പുറത്തൊക്കെ ഇരുന്നിട്ട് കളി നടക്കുമ്പോൾ കളി കാണാനുണ്ട്. ഞാനും പോയിട്ട് ഇരുന്നിട്ട് കാണാൻ നേരം. അപ്പം ചിന്നേട്ടനെ കണ്ടതിൽ വളരെ സന്തോഷം. ഇങ്ങനെ ചരിത്രത്തിൽ രേഖപ്പെടുത്താത്ത ഒരുപാട് മനുഷ്യർ നമ്മുടെ ഒപ്പമുണ്ട്. ക്യാമറമാൻ അജയ് ഷരിയരിക്കൊപ്പം ടിഷ മുകേഷ്, പ്രൈം 21.